അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലാൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാർട്ട് 2 കിതാബിൻ്റെ ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റി നോക്കാം. ലാദ് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ലാ നോക്കാം, പകർത്തി എഴുതാം. ലാ ലി ലു ലാ ലി ലു. ഈ അക്ഷരങ്ങൾ ഇത്രയും താഴേക്ക് പകർത്തി എഴുതുക. അടുത്തത് വായിക്കാം. ല ലി ലു അൽ ലുൻ ലാ ലീ ലൂ. ഇതുപോലെ വായിച്ച് പഠിക്കുക. അടുത്തത് ലോദ് ചേർത്ത് പദം നിർമ്മിക്കാം. ബ്രാക്കറ്റിൽ ലോദ് എങ്ങനെയാണ്, ഏത് ഹർക്കത്തോടു കൂടിയാണ് ചേർക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്. ലോദ് ചേർത്ത് ഇവിടെ എഴുതുക. ഓക്കെ. അഹ്ലറു അഹ്ലറു. അടുത്തത് ലുരിബ ലുരിബ. അടുത്തത് അർലുൻ അർലുൻ. അടുത്തത് ഹലീറുൻ ഹലീറുൻ. അടുത്തത് നോക്ക്, ഉഹ്ലിറ ഉഹ്ലിറ. അടുത്തത് തളുരിബു തളുരിബു. അടുത്തത് ലാരിബുൻ ലാരിബുൻ. അടുത്തത് ഹുലൂറുൻ ഹുലൂറുൻ. മനസ്സിലായോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? എങ്കിൽ നമുക്ക് അടുത്ത പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയായിട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നോക്കി എഴുതി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അടുത്ത പാഠത്തിലേക്ക് പോകാം. ത്വാ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയാണ്. ആദ്യത്തെ നോക്കൂ, പകർത്തി എഴുതാം. ത്വാ ത്വീ തു ത്വാ ത്വീ തൂ. അപ്പോൾ താഴേക്ക് പകർത്തി എഴുതുക. അടുത്തത് എന്താണ്? വായിക്കാം. ത്വാ ത്വീ തു ത്വ തുൻ ത്വാ ത്വേ തൂ. ഇതുപോലെ വായിച്ച് പഠിക്കുക. ഓക്കെ. ചേർത്ത് വായിക്കാം. എങ്ങനെയാണ് ചേർത്ത് വായിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നോക്കി അങ്ങ് പറയുക. ഓക്കെ. തുറാബുൻ തുറാബുൻ. എങ്ങനെയാണ് ചേർത്ത് വായിക്കുന്നത്? തുറാബുൻ. ഈ അക്ഷരങ്ങളെല്ലാം കൂടെ ചേർത്ത് അങ്ങ് പറഞ്ഞാൽ മതി. ജരീറുൻ ജരീറുൻ ജരീറുൻ. സുദൂറുൻ സുദൂറുൻ സുദൂറുൻ. അടുത്ത നോക്ക്, ഹിസാബുൻ ഹിസാബുൻ ഹിസാബുൻ. ഹസീറുൻ ഹസീറുൻ ഹസീറുൻ. അടുത്തത് ജുഹൂദുൻ ജുഹൂദുൻ ജുഹൂദുൻ. അടുത്തത് സിബാബുൻ സിബാബുൻ സിബാബുൻ. അടുത്തത് ഖബീറുൻ ഖബീറുൻ ഖബീറുൻ. അടുത്തത് സുജൂദുൻ സുജൂദുൻ സുജൂദുൻ. ഇനി നമുക്ക് ഓർഡറിൽ എഴുതാം. അക്ഷരങ്ങൾ ഓർഡറിൽ എഴുതാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ത്വാ വരെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ അക്ഷരങ്ങൾ ഓർഡറിൽ എഴുതണം. എങ്ങനെ? അലിഫ് ബ ത സ ജീമ് ഹ ഖ ദാല് ദാല് റാ സായ് സീന് ഷീന് സ്വാദ് ലോദ് ത്വാ. ഇങ്ങനെ ഓർഡറിൽ എഴുതുക. ഇനി നമുക്ക് അടുത്ത പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലാ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയാണ് ഇനി വരുന്നത്. ആദ്യത്തേത് പകർത്തി എഴുതാനാണ്. ലാ ലീ ലു ലാ ലീ ലൂ. ഇതുപോലെ താഴേക്ക് പകർത്തി എഴുതുക. അടുത്തത് ഉറക്കെ വായിക്കാനാണ്. ഉറക്കെ വായിച്ചതിനോടൊപ്പം അലിഫ് ബ ത സ ജീമ് ഹ ഖ ദാല് ദാല് റാ സായ് സീന് ഷീന് സ്വാദ് ലോദ് ത്വാ ലോ. മഖ്റജ് തെറ്റിക്കാതെ വായിച്ച് പഠിക്കണം കേട്ടോ. അടുത്തത് നോക്ക്, ലോന് നിറം കൊടുക്കാം. ലോ എന്ന അക്ഷരം എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. എന്താ, ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്. അപ്പോൾ ഈ ലോനെല്ലാം എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. ഇവിടെ എന്തോ കിടപ്പുണ്ടല്ലോ, ഇത് ലോ ആണോ? അല്ലല്ലേ, ഇതിന് പുള്ളിയില്ല. അപ്പോൾ പുള്ളിയില്ലാതെ വരുന്നത് എന്താണ്? ത്വാ ആണ്. ത്വാന് മുമ്പുള്ള ത്വാ. അപ്പോൾ ഇതിന് നിറം കൊടുക്കണോ? വേണ്ടല്ലേ, ഇതിന് നിറം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇനി അടുത്തത് നോക്കിയേ, വായിക്കാം. റാ റീ റൂ ദാ ദീ ദൂ. മനസ്സിലായോ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന്? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഐൻ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്.
നോക്കൂ, പകർത്തി എഴുതാം. ആ റി ഊ റ റി ഊ. ഇത് താഴേക്ക് ഇതുപോലെ പകർത്തി എഴുതണം. ഓക്കെ. ഇനി അടുത്തത് വായിക്കാം. അ റി ഊ ആർ ഉൻ ആ റി ഊ റ റി ഊ. അടുത്തത് അക്ഷരങ്ങൾക്ക് ഇലയുടെ നിറം നൽകാം. ഇവിടെ 3 ഇലകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഓരോ അക്ഷരങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരത്തിന് ഈ ഇലകളുടെ നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഇലയുടെ നിറം എന്താണ്? പിങ്ക് കളറാണല്ലേ. ആ പിങ്ക് കളറ് ദ്വാദിന് കൊടുക്കുക. അടുത്തത് എന്താണ്? ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറ് ത്വാന് കൊടുക്കുക. അടുത്തത് യെല്ലോ കളറാണ്. ഐനിന് യെല്ലോ കളറും കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി അവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തത് ഒയിൻ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. നോക്കൂ, പകർത്തി എഴുതാം. വ റി ഊ റ റി ഊ. ഇനി ഇത് ഈ ലൈനിലേക്ക് പകർത്തി എഴുതുക. ഇനി വായിക്കാം. വ റി ഊ ബിർ ഉൻ വ റി ഊ റ റി ഊ. ഇതുപോലെ വായിച്ച് പഠിക്കണം. ഓക്കെ. അടുത്തത് ഒരേ രൂപത്തിലുള്ള അക്ഷരം കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ ത്വാഉം വാഉം നോക്കിയല്ലേ. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്ക് ഒരേ രൂപം തന്നെയാണ്, പക്ഷേ പുള്ളിയുടെ വ്യത്യാസമാണ് അല്ലേ, കുത്തിടുന്നതിലുള്ള വ്യത്യാസമാണ്. നോക്കൂ, ഒരേ രൂപത്തിലുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയുണ്ട്? അലിഫ് കണക്ക് വേറെ അക്ഷരങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ബാ കണക്കോ? ബാ കണക്ക് വേറെ അക്ഷരം ഉണ്ടോ? ഉണ്ടല്ലേ. ബാ ഉണ്ട്. പിന്നെ ഏതാ ബാ കണക്ക് വരുന്ന അക്ഷരം? സാ ഉണ്ട്. പിന്നെ ഏതാണ്? പിന്നെ താ ഉണ്ടല്ലേ. ഈ 3 അക്ഷരവും ഒരുപോലെയാണ് എഴുതുന്നത്, പക്ഷേ പുള്ളിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നോക്ക്, ദ്വാദ് കണക്ക് വേറെ അക്ഷരം വരുന്നുണ്ടോ? നോക്കി. ഉണ്ടല്ലോ, സ്വാദ് വരുന്നുണ്ടല്ലേ. അപ്പം ദ്വാദും സ്വാദും എഴുതുക. അടുത്തത് ഐൻ. ഐൻ കണക്ക് വേറെ അക്ഷരം ഏതെങ്കിലും ഇതിലുണ്ടോ? ഉണ്ടല്ലോ, ഒയിനുണ്ടല്ലേ. പുള്ളിയിലുള്ള വ്യത്യാസമേ ഉള്ളൂ അവർ തമ്മിൽ. അപ്പോൾ അവരെ തമ്മിൽ ചേർത്ത് എഴുതണം. അടുത്തത് ജീം കണക്ക്. ജീം കണക്ക് ആരൊക്കെയുണ്ട്? ഹ ഉണ്ട്. പിന്നെ ആരുണ്ട്? ഹ ഉണ്ട്. അപ്പോൾ ജീമും ഹും ഹും ഒക്കെ ഒരുമിച്ച് എഴുതുക. ഇനി ഷീൻ കണക്ക് ഏതാ അക്ഷരം ഉള്ളത്? നോക്കിയേ, സീനുണ്ടല്ലോ. ഷീൻ കണക്കല്ലേ സീനും എഴുതുന്നത്. അപ്പോൾ അവരെ തമ്മിൽ എഴുതുക. ഇനി ഏതാണ്? ദാല്. ദാല് കണക്ക് ഏത്? ദാല് ദാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ദാലും ചേർത്ത് എഴുതാം. അടുത്ത ഏതാ? റാ ആണല്ലേ. റാ കണക്ക് ദാ കിടക്കുന്നത് സായി കിടക്കുന്നുണ്ടല്ലോ. സായി കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സായി, റാവും സായും ചേർത്ത് എഴുതുക. അടുത്ത എന്താ? വാ ആണ്. വാ ഇവിടെയുണ്ട്. ത്വാ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാവും ഈ ത്വാവും തമ്മിൽ എഴുതണം. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും ഒരുവിധം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒരുപോലെയുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ ഈ കോളത്തിലോട്ട് എഴുതാമല്ലോ. ഒരുപോലെയുള്ള അക്ഷരങ്ങൾ ഈ കോളത്തിൽ ഫില്ല് ചെയ്യുക. 2 എണ്ണം നേരത്തെ തന്നിട്ടുണ്ട്, അതുപോലെ ബാക്കിയും ഫില്ല് ചെയ്യുക. അപ്പോൾ അതോടുകൂടി ഈ ആക്ടിവിറ്റി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ഇനി നമുക്ക് ഫ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയാണുള്ളത്. നോക്കൂ, പകർത്തി എഴുതാം. ഫ ഫി ഫു ഫ ഫി ഫു. ഇത് നമുക്ക് താഴോട്ടുള്ള ലൈനിൽ ഇതുപോലെ പകർത്തി എഴുതുക. അടുത്തത് വായിക്കാം. ഫ ഫി ഫു അഫ് ഫുൻ ഫ ഫി ഫു ഫ ഫി ഫു. ഇനി നമുക്ക് അക്ഷരങ്ങളെ തരംതിരിക്കാം. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? ഓരോ ബോക്സിലും തന്നിട്ടുണ്ട് ഏത് രീതിയിലാണ് തരംതിരിക്കേണ്ടതെന്ന്. പുള്ളിയില്ലാത്തവ, മുകളിൽ 1 പുള്ളിയുള്ളവ, മുകളിൽ 2 പുള്ളിയുള്ളവ, മുകളിൽ 3 പുള്ളിയുള്ളവ. ഈ രീതിയിലാണ് നമ്മൾ തരംതിരിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, പുള്ളിയില്ലാത്തവ. പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ ഏതൊക്കെയുണ്ട് ഇതിൽ? നോക്കിയേ, അലിഫുണ്ട്, പിന്നെ ഐനുണ്ട്, പിന്നെ ദാലുണ്ട്, റാ ഉണ്ട്, സീനുണ്ട്, സ്വാദ്, ത്വാ, ഹ. ഇത്രയും അക്ഷരങ്ങളുണ്ടല്ലേ പുള്ളിയില്ലാത്ത. പുള്ളി എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ കുത്തിനാണ് പറയുന്നത് പുള്ളി എന്ന് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും അക്ഷരങ്ങൾ ഈ പുള്ളിയില്ലാത്തവ എന്ന കോളത്തിൽ എഴുതണം. ഇനി നമുക്ക് മുകളിൽ 1 പുള്ളിയുള്ളവ നോക്കാം.
നോക്കിയേ, ഈ അക്ഷരത്തിന് പുള്ളിയുണ്ട്, പക്ഷേ അത് മുകളിലാണോ? മുകളിലല്ല, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത അക്ഷരം നോക്കിയേ, മുകളിൽ ഒരു പുള്ളിയേ ഉള്ളൂ, അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഏതാണ് ആ അക്ഷരം? ദ്വാദാണ്. ഇനി നോക്കിയേ, ഈ അക്ഷരത്തിന് ഒരു പുള്ളിയുണ്ട്, പക്ഷേ അത് താഴെയാണല്ലേ പുള്ളി, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത അക്ഷരം നോക്കിയേ, അതിന് 3 പുള്ളിയുണ്ട്, അപ്പോൾ അതും പറ്റത്തില്ല. അടുത്തത് നോക്കിയേ, അതിനൊരു പുള്ളിയേ ഉള്ളൂ, അപ്പോൾ അതെടുത്ത് വേഗം ഇവിടെ എഴുതിക്കേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയായി? ദ്വാദായി, ഫ ആയി അല്ലേ? 2 അക്ഷരങ്ങളായി. ഇനി ഏതാ മുകളിൽ പുള്ളിയുള്ളത്? ഹാഇന് മുകളിൽ ഒരു പുള്ളിയേ ഉള്ളൂ, അപ്പോൾ അത് ഇവിടെ എഴുതുക. അടുത്തത് നോക്കിയേ, ഈ 2 അക്ഷരത്തിനും പുള്ളിയില്ല, അത് നമ്മൾ നേരത്തെ ഒരു കോളത്തിൽ എഴുതി കഴിഞ്ഞു, അതുകൊണ്ട് അത് കളഞ്ഞേക്ക്. ഇനിയുള്ളത് ല ആണ്. അപ്പോൾ ഈ ല മുകളിൽ ഒരു പുള്ളി ഉള്ളതാണ്, അപ്പോൾ അതിനെ എടുത്ത് നമുക്ക് ഈ കോളത്തിലേക്ക് വേഗം എഴുതാം. എഴുതിക്കേ. ഇനി അടുത്തത് നോക്കിയത് ദാലാണ്. ദാലിനും ഒരു പുള്ളിയേ ഉള്ളൂ, അപ്പോൾ അതും ഇവിടെ എഴുതാം. അതും മുകളിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ എഴുതാം അല്ലേ? ഇനി അടുത്തത് സീനാണ്. സീനിന് പുള്ളിയുണ്ടോ? ഇല്ല, അത് നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു പുള്ളി ഇല്ലാത്തതിൻ്റെ കൂട്ടത്തിൽ, അതുകൊണ്ട് അത് നോക്കണ്ട. ഇനി അടുത്തത് നോക്കിയേ, സ ആണ്. സഇന് 3 പുള്ളിയുണ്ട്, മുകളിലാണ്, പക്ഷേ 3 പുള്ളി ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കിയേ, അടുത്തത് നോക്കിയേ, സ്വാദ്. അതിന് പുള്ളിയില്ല, പുള്ളിയില്ലാത്ത കോളത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. പിന്നെ ഉള്ളത് അതും നമ്മൾ എഴുതി കഴിഞ്ഞു. പിന്നെ ഉള്ളത് അതും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനിയുള്ളത് ഏതാണ്? സായി ആണ്. സായിക്ക് എന്താണ്? മുകളിലാണ് പുള്ളി, ഒരു പുള്ളിയേ ഉള്ളൂ, അപ്പോൾ നമുക്കിവിടെ എഴുതാമല്ലോ. സായി. അടുത്തത് ഏതക്ഷരമാണ്? ഒയിനാണ്. ഒയിനിനും ഒരു പുള്ളിയേ ഉള്ളൂ, അത് മുകളിലാണുള്ളത്, അപ്പോൾ അതും എഴുതാം. ഇനി അടുത്ത അക്ഷരം നോക്കിയേ, ത ആണ്. താഇന് മുകളിലാണ് പുള്ളി, പക്ഷേ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് വിട്ട് കളഞ്ഞേക്ക്. ഇനി നോക്കിയേ, മുകളിൽ 2 പുള്ളിയുള്ളവ. ഈ കോളത്തിൽ എഴുതേണ്ട അക്ഷരങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. നോക്കിയേ, ഇനി മുകളിൽ പുള്ളിയുള്ളത് നോക്കി. ഇവിടെയുണ്ട് മുകളിൽ പുള്ളി, പക്ഷേ അത് 3 എണ്ണമാണ്, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല. ഇനി നോക്കി വന്നേ. ഇവിടെയുണ്ട്, പക്ഷേ 3 പുള്ളിയാണ്, എടുക്കാൻ പറ്റത്തില്ല. ഇനി നോക്കി വന്നാൽ ഒരക്ഷരമേ ഉള്ളൂ. ഏതാ അക്ഷരം? താ ആണ്. ആ താഇനെ എടുത്ത് ഇവിടെ എഴുതി വെക്കുക. ഇനി നമുക്ക് മുകളിൽ 3 പുള്ളിയുള്ളവയെ കണ്ടുപിടിക്കാം. നോക്കി. ഷീന് കിട്ടി. ഷീനിന് 3 പുള്ളിയുണ്ടല്ലേ, അപ്പോൾ ആ 3 പുള്ളിയുള്ള ഷീനിനെ പൊക്കി നമുക്ക് ഇവിടെ താത്തിറക്കാം. അവിടുന്ന് പൊക്കി നമുക്ക് ഇവിടെ എഴുതി വെക്കാം, ഷീന്. ഇനി ഏതക്ഷരം? നോക്കി. സാ. സാഇനെയും എടുത്ത് നമുക്ക് ഇവിടെ എഴുതാം. ഇനി ഏതെങ്കിലും അക്ഷരം ഉണ്ടോ? ഇനിയൊന്നുമില്ല അല്ലേ? അപ്പം എല്ലാ കോളത്തിലും അക്ഷരങ്ങൾ നിറഞ്ഞല്ലോ, കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഖാഫിൻ്റെ പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലാണ്. ഖാ, ഖീ, ഖൂ, ഖ, ഖി, ഖു. ഇത് പകർത്തി താഴോട്ട് എഴുതണം, ഇതുപോലെ താഴേക്ക് എഴുതി പഠിക്കണം. അടുത്തത് വായിക്കാം. ഖാ, ഖീ, ഖൂ, ഖ്. ഇനി നമുക്ക് വായിക്കാം. ഖാ, ഖീ, ഖൂ, ഖ്, ഖുൻ, ഖാ, ഖീ, ഖൂ, ഖ, ഖി, ഖു. ഇത് വായിച്ച് പഠിക്കണം. അടുത്തത് നിറം കൊടുക്കാം. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ നിറത്തോടു കൂടി തന്നിട്ടുണ്ട്, കണ്ടോ? ഏതൊക്കെയാ അക്ഷരങ്ങൾ? ഐന്, ഫാ, ലാദ്, ത്വാ, സ്വാദ്, ലാ, ഖാഫ്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഓരോ നിറങ്ങളും ഉണ്ട്. ഐനിന് എന്താ നിറം? ബ്രൗൺ കളറാണല്ലേ. ഫാഇനോ റെഡ് കളറാണ്. ലാദിനോ ബ്ലൂ കളറാണ്. ത്വാഇന് ഗ്രീൻ കളറാണ്. സ്വാദിന് എന്ത് കളറാണ്? കുറച്ച് അത് ബ്ലാക്ക് കളറാണല്ലേ. ഇനി ലാഇന് എന്ത് കളറാണ്? ലാഇന് പേർപ്പിൾ കളറാണ്. ഖാഫിന് എന്ത് കളറാണ്? ഖാഫിന് ഡാർക്ക് ബ്ലൂ ആണല്ലേ. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ നിറം നോക്കിയിട്ട് അതുപോലെ ഇതിനും നിറം കൊടുക്കണം. ഫാഇന് എന്ത് കളറായിരുന്നു? റെഡ്, അപ്പോൾ ഇവിടെ റെഡ് കൊടുക്കുക. ജീമിന് എന്ത് കളറായിരുന്നു? ജീം ഇവിടെ തന്നിട്ടില്ലല്ലേ, അതുകൊണ്ട് ജീമ് കൊടുക്കണ്ട. അടുത്തത് ഏതാ? ലാദ്. ലാദിന് എന്ത് നിറവാ? സ്കൈ ബ്ലൂ കളറാണ് ലാദിന്, അത് കൊടുക്കുക. അടുത്തത് ദാല്. ദാല് ഇക്കൂട്ടത്തിലില്ല, അതുകൊണ്ട് അതവിടെ ഒഴിവാക്കുക. അടുത്തത് ലാ ആണ്. ലാഇന് എന്ത് നിറവാ? ലാഇന് പേർപ്പിൾ കളർ, വയലറ്റ് കളർ കൊടുക്കുക. അടുത്തത് റാ ആണ്. റാഇന് എന്ത് കളറാണ് കൊടുക്കണ്ടേ? റാ ഇതിലില്ല, അതുകൊണ്ട് കൊടുക്കണ്ട. അടുത്തത് ത്വാ ആണ്. ത്വാഇന് എന്ത് കളറാ? ഗ്രീൻ കളറാണ് ത്വാഇന് കൊടുക്കേണ്ടത്.
അടുത്തത് ഷീന്. ഷീൻ ഇതിലുണ്ടോ? ഇല്ല. ഷീന് നമ്മൾ ആദ്യം പഠിച്ച കായികയിലായിരുന്നു അല്ലേ, അതുകൊണ്ട് ഷീനും വിട്ടേക്കുക. അടുത്തത് ഐൻ. ഐനിന് എന്ത് കളറാണ്? ബ്രൗൺ കളറാണ്. ഐനിന് ബ്രൗൺ കൊടുക്കുക. അടുത്തത് എന്താ? സ്വാദാണ്. സ്വാദിന് എന്ത് നിറമായിരുന്നു? സ്വാദിന് എന്ത് നിറവാണ്? ബ്ലാക്ക് നിറവാണ്. അപ്പോൾ സ്വാദിന് ബ്ലാക്ക് കൊടുക്കുക. അടുത്തത് ഐൻ. ഐനിന് എന്ത് കളറാണ്? ബ്രൗൺ കളറ്. വീണ്ടും ബ്രൗൺ കളർ കൊടുക്കുക. ഖാഫിന് എന്ത് കളറാണ്? ഡാർക്ക് ബ്ലൂ കൊടുക്കുക. സായിക്ക് എന്ത് കളറാണ്? സായി ഇക്കൂട്ടത്തിലില്ല, അതുകൊണ്ട് കൊടുക്കേണ്ട. സായിന് എന്ത് കളറാണ്? സാവും ഇക്കൂട്ടത്തിലില്ല. ഐൻ വീണ്ടും വന്നു. ഐനിന് ബ്രൗൺ കൊടുക്കുക. വീണ്ടും എന്താണ് വന്നത്? ഫ ആണ്. ഫിന് റെഡ് കൊടുക്കുക. ഐനിന് ബ്രൗൺ കൊടുക്കുക. വാദിന് സ്കൈ ബ്ലൂ കളർ കൊടുക്കുക. അപ്പോൾ നമ്മൾ കളർ കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആവർത്തനമാണ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും വെച്ച് അതിൻ്റെ ഹർക്കത്തും ഇട്ട് നമുക്ക് കോപ്പി ചെയ്യാനാണ്. നോക്കേ. ലോദ്, ലോ, ലി, ലു, ഇൽ, ലുൻ. ത്വ, ത്വ, ത്വി, തു, ത്വ, ത്വൻ. അടുത്തത് ലോ, ലോ, ലി, ലു, ഖിൽ, ലുൻ. അടുത്തത് ഐൻ, അ, ഇ, ഉ, ബി, ഉൻ. അടുത്തത് ഓയിൻ, വ, റി, റു, സു, ഉൻ. അടുത്ത പടം നോക്കി, അടുത്ത പേജ് നോക്കി. ഫ, ഫ, ഫി, ഫു, സിഫ്, ഫുൻ. ഖാഫ്, ഖ, ഖി, ഖു, ലുഖ്, ഖുൻ. അപ്പോൾ ഇതിത്രയും പകർത്തി എഴുതുക. അടുത്ത നോക്കിയ വായിക്കാം. എഴുതാം, വായിക്കാം. അസ്ഫറു, അസ്ഫറു, അസ്ഫറു. ഈ രണ്ട് കോളത്തിലും എഴുതുക. അഹ്ലറു, 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 അഹ്ലറു. ഈ രണ്ട് കോളത്തിലും എഴുതുക. അസ്റഖു, അസ്റഖു, അസ്റഖു. ഈ രണ്ട് കോളത്തിലും എഴുതുക. ഇതെന്തായി തന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? നിറങ്ങളുടെ പേരാണ്. അസ്ഫർ എന്ന് വെച്ചാൽ എന്താണ്? യെല്ലോ കളറാണ്. അസ്ഫറു. അടുത്ത അഹ്ലർ എന്താണ്? ഗ്രീൻ കളറാണ്. അസ്റഖ് എന്താണ്? ബ്ലൂ കളറാണ്. അപ്പോൾ ബ്ലൂ കളറിന് അറബിയിൽ എന്താ പറയുന്നത്? അസ്റഖ്, അസ്റഖുൻ എന്നാണ് പറയുന്നത്. ഗ്രീൻ കളറിന് എന്താ പറയുന്നത്? അഹ്ലറുൻ എന്നാണ് പറയുന്നത്. ഇനി യെല്ലോ കളറിന് എന്താ പറയുന്നത്? അസ്ഫറുൻ. അപ്പോൾ കളറിൻ്റെ പേരും പഠിച്ചു, വാക്ക് വായിക്കാനും പഠിച്ചു അല്ലേ. ഇനി നിറം കൊടുത്ത് വായിക്കാം. നിറം കൊടുത്ത് വായിക്കാം. ഈ അക്ഷരങ്ങൾക്ക് നിറം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വാക്ക് കിട്ടും. ആ വാക്കിൽ തന്നെ ആ പദം ഏതാണെന്ന് അതിൻ്റെ ചിത്രവും ഒളിച്ചിരിക്കുന്നുണ്ട്. നോക്കിയേ. കി താ ബുൻ, കി താ ബുൻ. ഈ ബാൻ്റെ ചിത്രം ഒന്ന് നല്ലതുപോലെ നോക്കിയേ. എന്താ ഒരു ബുക്ക് കണക്ക് തോന്നുന്നുണ്ടോ? കിതാബിൻ എന്ന് വെച്ചാൽ എന്താണ്? ബുക്കാണല്ലേ, പുസ്തകമാണ്. അടുത്ത നോക്കിയേ. ക ല മുൻ, ഖലമുൻ. ഖലമുൻ എന്താണ്? ഈ ചിത്രത്തിലുണ്ടല്ലേ, പേനയാണ്. ഖലമുൻ എന്താണ്? പേനയാണ്. അപ്പോൾ നമുക്ക് നിറം കൊടുത്ത് വായിക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആദ്യാക്ഷര വാക്കുകൾ ഹിജായിയായ ക്രമത്തിലാക്കാം. അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് ചെയ്യാം. ABCD ഓർഡറിൽ നമ്മൾ ചെയ്യാറില്ലേ വാക്കുകൾ? A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ, C ഫോർ ക്യാറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്യാറില്ലേ? അതുപോലെ ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം വരുന്ന അക്ഷരം നോക്കിയേ. ഇതിൻ്റെ ആദ്യം ഫായാണ്, ഇതിൻ്റെ ആദ്യം ത്വ ആണ്, ഇതിൻ്റെ ആദ്യം സായി ആണ്, ഇതിൻ്റെ ആദ്യം ഐനാണ്, ലാ ആണ്, ഖാഫാണ്, ലാദാണ്, ഗൈനാണ്, ഷീനാണ്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന വാക്ക് സബൂർ, സബൂറുൻ എന്ന വാക്കാണ്. അതിവിടെ തന്നിട്ടുണ്ട്. സായി കഴിഞ്ഞ് വരുന്ന അക്ഷരം ഏതാണ്? സായി കഴിഞ്ഞ് സീന്, ഷീന്, സ്വാദ്, ലാദ്. സീന്, ഷീന് വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പം നമുക്ക് ആ ഷീന് വെച്ചുള്ള അക്ഷരം രണ്ടാമതായിട്ട് എഴുതാം. ഷഹ്സുൻ എന്ന് എഴുതാം. ഷഹ്സുൻ. അടുത്ത ഷീന് കഴിഞ്ഞിട്ട് ഏതാ വാക്ക് വരുന്നത്? ഷീന് കഴിഞ്ഞിട്ട് സ്വാദ്. സ്വാദ് ഇവിടെ ഉണ്ടോ? സ്വാദില്ല. സ്വാദ് കഴിഞ്ഞിട്ട് ഏതാ? ലോദ്. ലോദുണ്ടോ? ലോദുണ്ടോ. ലൊറബ. അപ്പോൾ ആ വാക്കെടുത്ത് മൂന്നാമത് എഴുതുക. ലൊറബ, ലൊറബ. അടുത്ത ലോദ് കഴിഞ്ഞ ഏത് അക്ഷരം?
സീന് ഷീന് സ്വാദ് ലോദ് കഴിഞ്ഞ് ത്വാ ഉണ്ടോ ഉണ്ടോ? ഇവിടെയുണ്ട് ത്വാ. അപ്പോൾ ത്വാരിഖുൻ ഈ വേർഡാണ് ഇവിടെ എഴുതേണ്ടത്. ത്വാരിഖുൻ. അടുത്ത ത്വാ കഴിഞ്ഞിട്ട് ഏതാ? ത്വാ ലോ ഉണ്ടോ? ഉണ്ടല്ലോ, ഇവിടെയുണ്ട് ലൊഫ്റുൻ. ലൊഫ്റുൻ. അപ്പോൾ ലൊഫ്റുൻ ഇവിടെ എഴുതുക. അടുത്ത സ്വാദ് ലോദ് ത്വാ ലോ കഴിഞ്ഞാൽ ഏതക്ഷരമാണ് വരുന്നത്? ത്വാ ലോ ഐന്. ഐൻ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദദ. അടുത്തത് അദ്ദദ. ഐന് കഴിഞ്ഞ് ഏതക്ഷരം? ഐന് കഴിഞ്ഞ് ഓയിനാണല്ലേ. വാസിഖുൻ. അടുത്ത അക്ഷരമായിട്ട് അടുത്ത വാക്കായിട്ട് വാസിഖുൻ എഴുതുക. ഐന് ഓയിന് കഴിഞ്ഞാൽ ഏതക്ഷരം വരുന്നത്? ഐന് ഓയിന് ഫലഖുൻ എഴുതുക. കഴിഞ്ഞ ഏതാക്ഷരം? ഖാഫ് ദാ ഇവിടെയുണ്ട്. ഖുറൈശുൻ. ഖുറൈശുൻ. ഇവിടെ ഖുറൈശുൻ എഴുതുക. എല്ലാ അക്ഷരങ്ങളും എല്ലാ വാക്കുകളും കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. വാക്കുകൾ പൂരിപ്പിച്ച് ചിത്രത്തിന് നിറം നൽകാം. റാഡിഷിന് എന്തുവായിരുന്നു പറയുന്നത്? എന്താ വാക്കായിരുന്നു പറയുന്നത്? റാഡിഷിന് എന്തായിരുന്നു പറയുന്നത്? പറഞ്ഞേ. ഫജ്ലുൻ. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ഫജ്ലുൻ. ലുൻ തന്നിട്ടുണ്ട്. ഫായും ജുവും നമ്മൾ ചേർത്ത് എഴുതണം. ഫജ്ലുൻ. അടുത്ത എന്താണ്? പേനയാണ്. പേനയ്ക്ക് എന്താ പറയുന്നത്? കലമുൻ. അടുത്തത് എന്താണ്? ചെടിയാണ്. ചെടിക്ക് എന്താ പറയുന്നത്? വർസുൻ. അടുത്ത എന്താണ്? എൻവലപ്പാണ്. എൻവലപ്പിന് എന്താ പറയുന്നത്? ലൊർഫുൻ. അടുത്തത് ചെണ്ടയാണ്. ചെണ്ടയ്ക്ക് എന്താ പറയുന്നത്? ത്വബലുൻ. അടുത്തത് എന്താണ്? ഒരു ബൾബിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഈ ബൾബിൻ്റെ അകത്ത് നിന്ന് വെട്ടമല്ലേ വരുന്നത്? പ്രകാശം. പ്രകാശത്തിന് എന്താ നമ്മൾ പഠിച്ചത്? ലൗഉൻ. അപ്പോൾ വാക്കുകളൊക്കെ മനസ്സിലായല്ലോ, എഴുതാമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത നമുക്ക് കാഫ് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയാണ്. പകർത്തി എഴുതാം. കാ കീ കൂ ക കി കു. അപ്പോൾ ഇത് താഴേക്ക് പകർത്തി എഴുതുക. അടുത്തത് വായിക്കാം. കാ കി കു അക്ക് കുൻ കാ കീ കൂ ക കി കു. വായിച്ചു പഠിച്ചോ? ഇനി നമുക്ക് യോജിച്ച വാക്കുകൾ ബോർഡിൽ എഴുതാം. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ ബോർഡുമായിട്ട് തന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ ഉള്ള വാക്കുകൾ എടുത്ത് നമ്മൾ ഈ ബോർഡിൽ എഴുതണം. ഈ അക്ഷരങ്ങൾ ഓരോ നിറത്തിലാണ് തന്നിട്ടുള്ളത് അല്ലേ. തന്നിരിക്കുന്നത് ബ്ലൂ കളറിൽ, കാഫ് തന്നിരിക്കുന്നത് ഗ്രീൻ കളറിൽ, കാഫ് തന്നിരിക്കുന്നത് റെഡ് കളറിൽ. അപ്പോൾ ഈ വാക്കുകളും അതേ നിറത്തിലാണ് തന്നിരിക്കുന്നത്. നോക്കിയേ. അപ്പം നീല നിറത്തിലുള്ള വരുന്നത് ഈ 3 വാക്കുകളിലാണ്. ഏതൊക്കെയാണ്? ഫഹറുൻ, ഫജറുൻ, ഫറഹുൻ. ഈ വാക്കുകളെടുത്ത് ഈ സ്ലേറ്റിൽ ഈ ബോർഡിൽ എഴുതുക. അടുത്തത് കാഫാണ്. കാഫ് വരുന്ന 3 വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഗ്രീൻ കളറിൽ. ആ വാക്കുകളെടുത്ത് ഈ ബോർഡിൽ എഴുതുക. അഖദുൻ, ഖദറുൻ, ഇർഖുൻ. ഈ 3 വാക്കുകളും ഈ ബോർഡിൽ എഴുതുക. അടുത്തത് കാഫാണ്. കാഫ് വരുന്ന വാക്കുകളാണ് ഈ റെഡ് കളറിൽ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? അഖ്സുൻ, ഷിർക്കുൻ, കബദുൻ. ഈ 3 വാക്കുകളും ഈ ബോർഡിൽ എഴുതണം. അപ്പോൾ എല്ലാവരും എഴുതുമല്ലോ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലാം എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലാ, ലീ, ലൂ, ല, ലി, ലു. പകർത്തി എഴുതുക. ഇത് താഴേക്ക് പകർത്തി എഴുതുക. ഇനി വായിച്ചാലോ. ലാ, ലീ, ലു, അൽ, ലുൻ, ലാ, ലീ, ലൂ, ല, ലി, ലു. ഇത് വായിച്ച് പഠിക്കുക. ഇനി നോക്കിയേ. അക്ഷരങ്ങൾ ക്രമമായി യോജിപ്പിക്കാം, നിറം നൽകാം. ഈ ഡോട്ട്സ് ജോയിൻ ചെയ്താൽ എങ്ങനെ ജോയിൻ ചെയ്യണം? അക്ഷരങ്ങളുടെ ക്രമത്തിനനുസരിച്ച് ജോയിൻ ചെയ്താൽ നമുക്കിവിടെ ഒരു പിക്ചർ കിട്ടും. ആ പിക്ചർ നമുക്ക് കളർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ. ആദ്യം തുടങ്ങുന്നത് ഏത് അക്ഷരത്തിലായിരിക്കും? വാദിലാണല്ലേ. വാദ്, ത്വാ. ഇവിടെ നിന്ന് ഇങ്ങനെ വാദ്, ത്വാ, ലോ, ഐന്, ഓയിന്, ഫാ, ഖാഫ്, കാഫ്, ലാം. ഇപ്പം നമുക്കൊരു വണ്ടിയുടെ ചിത്രം കിട്ടിയല്ലേ. അപ്പോൾ ആ വണ്ടിയുടെ ചിത്രത്തിന് നിറം കൊടുക്കണം. ഓക്കെ.
ഇനി നമുക്ക് അടുത്ത പാഠത്തിൻ്റെ ആക്ടിവിറ്റി നോക്കാം. പകർത്തി എഴുതാം. മാ, മീ, മൂ, ഉമ്മ, ഉമ്മി, ഉമ്മു. ഈ വാക്കുകൾ ഈ അക്ഷരങ്ങൾ ഈ ലൈനിലേക്ക് പകർത്തി എഴുതുക. അടുത്തത് വായിക്കാം. മാ, മീ, മൂ, അം, മുൻ, മാ, മീ, മൂ, ഉമ്മ, ഉമ്മി, ഉമ്മു. വായിക്കാൻ പഠിച്ചോ? അടുത്തത് നോക്കിയേ. ചിത്രങ്ങളുടെ പേര് കണ്ടെത്താം. ചിത്രങ്ങളുടെ പേര് കണ്ടുപിടിക്കാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്ക് എന്ത് പേരാണ് പറയുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ പേര് ഇതിൽ നിന്നും കണ്ടെത്തണം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ചെണ്ടയുടെ പടമാണ് അല്ലേ? ചെണ്ടയ്ക്ക് എന്തോ പറയുന്നത്? തൊബിലുൻ എന്നാ പറയുന്നത് അല്ലേ? തൊബിലുൻ എവിടെയുണ്ട് നോക്കിയേ. അതാ ഇവിടെയാണ് തൊബിലുൻ ഉള്ളത്. അപ്പോൾ ആ തൊബിലുൻ എടുത്ത് ഈ ചെണ്ടയുടെ താഴേക്ക് എഴുതി വെക്കുക. അടുത്തത് ചെടിയുടെ പേരല്ലേ? ചെടിക്ക് എന്താ പറയുന്നത്? ഓർസുൻ എന്നാണ് പറയുന്നത് അല്ലേ? ഓർസുൻ എവിടെയുണ്ട്? അതാ ഇവിടെയുണ്ട് ഓർസുൻ. അപ്പോൾ ആ ഓർസുൻ എടുത്ത് ഇവിടെ എഴുതുക. അടുത്ത എന്താണ്? എൻവലപ്പാണ്. എൻവലപ്പിന് എന്താണ് പറയുന്നത്? ലോർഫുൻ എന്നാണ് പറയുന്നത്. ലോർഫുൻ എവിടെയുണ്ട്? അതാ ഇവിടെയുണ്ട്. ലോർഫുൻ എടുത്ത് എഴുതുക. ഓക്കെ, ഇതാണ്ട് ഇവിടെ. ഇതാണ് ലോർഫുൻ എന്ന വേർഡ്. അതിവിടെ എഴുതുക. അടുത്തത് എന്താണ്? പേനയാണ്. പേനയ്ക്ക് എന്താ പറയുക? കലമുൻ. കലമുൻ എവിടെയുണ്ട്? ദാ ഇവിടെയുണ്ട്. ആ കലമുൻ എടുത്ത് ഇവിടെ എഴുതുക. അടുത്തത് എന്താണ്? വീടാണ്. വീടിന് എന്താ പറയുക? ബൈത്തുൻ എന്നാ പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ ആദ്യമേ കിടക്കുന്ന വാക്ക് ഏതാ? ബൈത്തുൻ. ഈ ബൈത്തുൻ എന്ന വേർഡ് എടുത്ത് ഇവിടെ എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ഇനി നമുക്ക് നൂനിൻ്റെ പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒന്നുമില്ല, ഇവിടെ പകർത്തി എഴുതാനാണ്. നാ, നീ, നൂ, ന, നി, ന്നു. ഇതിവിടെ പകർത്തി എഴുതണം. അടുത്തത് വായിക്കാം. ന, നി, നു, മൻ, നുൻ, നാ, നീ, നൂ, ന, നി, ന്നു. ഇനി അടുത്ത് നോക്കിയാൽ ചിത്രത്തെ പേരുമായി ബന്ധിപ്പിക്കാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ പേരും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ചിത്രങ്ങളും ആ പേരുമായിട്ട് ബന്ധിപ്പിക്കണം. നമുക്ക് ആദ്യത്തെ ചിത്രം ഏതാണ്? ഒരു ചെടിയുടെ ചിത്രം. ചെടിക്ക് എന്താ പറയുന്നത്? ഓർസുൻ എന്നല്ലേ? ഇതിൽ ഓർസുൻ എവിടെയാണ് കിടക്കുന്നത്? അതാ ഇവിടെയുണ്ട് ഓർസുൻ. അപ്പോൾ ഇങ്ങനെ ബന്ധിപ്പിക്കുക. അടുത്ത എന്താണ്? റാഡിഷാണ്. റാഡിഷിന് എന്തുവായിരുന്നു പറയുന്നത്? ഫജ്ലുൻ എന്നായിരുന്നല്ലേ? ഫജ്ലുൻ എവിടെയാണ്? ദാ ഇവിടെയുണ്ട്. അടുത്ത എന്താ? കൻസുൻ ആണ്. കൻസുൻ എന്താ? നിധി. കൻസുൻ എവിടെയാണ് കിടക്കുന്നത്? ദാ ഇവിടെയുണ്ട് കൻസുൻ. അടുത്തത് സ്ലേറ്റാണ്. സ്ലേറ്റിന് എന്താ പറയുന്നത്? ലൗഹുൻ. ലൗഹൻ എവിടെയുണ്ട്? ദാ ഇവിടെയുണ്ട്. അടുത്ത മസ്ജിദുനാണ്. മസ്ജിദിന് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ. ഹ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയാണ്. ഹ, ഹി, ഹു, ഹ, ഹി, ഹു. പകർത്തി എഴുതുക. ഇത് പകർത്തി താഴേക്ക് എഴുതുക. ഇനി നമുക്ക് വായിക്കാം. ഹ, ഹി, ഹു, മഹ്, ഹുൻ, ഹ, ഹി, ഹു, ഹ, ഹി, ഹു. ഉച്ചാരണം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ വാക്കുകൾ വായിക്കാം. അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കാം. ഓക്കെ. അ, ക, ല, അക്കല. ഹ, ല, ക, ഹലക. ഖ, ല, ക, ഖലക. ഹ, ല, ക, ഹലക. അ, ല, ക, അലക. ഈ വാക്കുകൾ പറയുന്നത് കേട്ടാൽ ഏകദേശം ഒരേ കണക്കൊക്കെ തോന്നും. പക്ഷേ മഹ്റജുകൾ വ്യത്യസ്തമാണല്ലേ? അപ്പോൾ മഹ്റജുകൾക്കനുസരിച്ച് നമ്മൾ ഉച്ചരിച്ചാൽ വ്യത്യസ്ത വാക്കുകളായിട്ട് തന്നെ പുറത്ത് വരും. പക്ഷേ ഒരേ രീതിക്ക് ഉച്ചരിച്ചാൽ ഈ വാക്കുകളെല്ലാം ഒരുപോലെ ഇരിക്കും. അത് തെറ്റാണ്. അർത്ഥവും വ്യത്യാസം വരും. അതുകൊണ്ട് മഹ്റജിനനുസരിച്ച് തന്നെ വായിക്കാൻ പഠിക്കണം. ഓക്കെ. ഇനി അടുത്തത് നിറം കൊടുക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഹ എന്ന അക്ഷരമാണ്. ആ ഹ എന്ന അക്ഷരം, ആദ്യത്തെ അക്ഷരം യെല്ലോ കളറിലാണ്. രണ്ടാമത്തെ അക്ഷരം ഡോട്ട്സ് തന്നിരിക്കുന്നത് ബ്ലൂ കളറാണ്. അതുകൊണ്ട് നിങ്ങൾ ബ്ലൂ കളർ ചൂസ് ചെയ്യുക. ബ്ലൂ കളർ യൂസ് ചെയ്ത് ഈ അക്ഷരം പൂർത്തിയാക്കുക. അടുത്തത് ഗ്രീൻ കളറിലാണ് ഡോട്ട്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രീൻ കളറിൽ ഈ ഹ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്തത് നമുക്ക് വാവ് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയാണ്. ഇവിടെ പകർത്തി എഴുതുകയാണ് ചെയ്യേണ്ടത്. വാ, വി, വു, വ, വി, വു. അടുത്ത നമുക്ക് വായിക്കാനാണ് വരുന്നത്. വ, വി, വു, ഔ, വുൻ, വാ, വി, വു,
വ വി വു. അടുത്തത് പദപ്രശ്നം പൂർത്തിയാക്കാനാണ്. മുകളിലേക്ക് താഴേക്ക് ഇടത്തോട്ട് വലത്തോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പദപ്രശ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരത്തെ? പസിൽസ് ചെയ്യാനായിട്ടേ ചെയ്തിട്ടുണ്ടോ നേരത്തെ? ഇവിടെയും ഒരു പസിലാണ് തന്നിരിക്കുന്നത്, നമ്മളത് സോൾവ് ചെയ്യണം. നോക്ക്, ഇടത്തോട്ട് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്? മലയുടെ ചിത്രമാണല്ലേ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണം. എന്താ എഴുതേണ്ടത്? ജബലുൻ. ജബലുൻ. ജബലുൻ എന്താണ്? മല. ഇനി ഇടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. നാലാമത് ഇടത്തോട്ട് എന്താ എഴുതേണ്ടത്? ഡേറ്റ്സിന് എന്താ പറയുന്നത്? ഈന്തപ്പഴത്തിന് തമ്രുൻ. തമ്രുൻ. തമ്രുൻ എന്ന് ഇവിടെ എഴുതുക. അപ്പോൾ ഈ 2 കോളവും ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കുള്ളത് നോക്കാം. 2 എന്ന നമ്പറിൽ താഴോട്ട് എന്താ എഴുതേണ്ടത്? ബൈത്തുനാണ് തന്നിരിക്കുന്ന ഫോട്ടോ അല്ലേ. അപ്പം നമ്മൾ ജബലുൻ എഴുതിയതിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ബൈത്തുൻ, ബാക്കി അക്ഷരങ്ങളും കൂടെ കംപ്ലീറ്റ് ആക്കിയ ബൈത്തുൻ എന്ന് കിട്ടും. ഇനി 6ാമത്തെ വാക്കായിട്ട് 6ാമത്തെ കോളത്തിൽ എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ നമുക്ക് ഒരു പൂവിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത് അല്ലേ. ആ പൂവിൻ്റെ പിക്ചറിന് എന്താ നമ്മൾ പറയുക? സഹറുൻ എന്നായിരുന്നു പൂവിന് പറയുന്നത് അല്ലേ. സഹറുൻ അല്ലേ. അപ്പം നമ്മൾ ഈ 6ാമത്തെ കോളത്തിന് സഹറുൻ, ഇവിടെ ഓൾറെഡി റുൻ ഉണ്ട്, കാര്യം തമ്രുൻ്റെ റുൻ ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ സഹറുൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി വലത്തോട്ട് എന്ന് തന്നിരിക്കുന്നത് എന്താണ്? കണ്ണിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എഴുതണം അല്ലേ. ഐനുൻ. ഐനുൻ. ഐനുൻ എന്ന് ഇവിടുന്ന് എഴുതണം. ഐനുൻ. അടുത്തത് എന്താണ്? ഇവിടെ ഇങ്ങനെ. അടുത്ത എന്താണ്? 5ാമത്തത് മുകളിലേക്ക് എഴുതാനാണ് അല്ലേ. സ്വഹനുൻ. ഇവിടെ നുൻ. അപ്പം നുൻ അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പം നമ്മൾ സ്വഹനുൻ എഴുതുമ്പം സ്വാഹ് എഴുതിയാൽ മതി. നുൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ സ്വഹനുൻ അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ എൻ്റെ ആക്ടിവിറ്റീസാണ്. ഇവിടെ പകർത്തി എഴുതാനാണ്. പ്രത്യേകം എപ്പോഴും പറയണ്ടല്ലോ. യാ, ഈ, യു, യ, ഇ, ഇയു ഇത്രയും എഴുതുക. ഇനി വായിക്കാനാണ്. യാ, ഈ, യു, ഐ, യുൻ, യാ, ഈ, യു, യ, ഇ, ഇയു. അടുത്തത് യാ ചേർത്ത് വായിക്കാം. ഈ യാ എന്ന അക്ഷരം ആദ്യത്തിൽ വരണം, എന്നിട്ട് ബാക്കിയുള്ള വാക്കുകളുമായിട്ട് വായിക്കണം. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. യസാറുൻ. യസാറുൻ. യഖീനുൻ. യഖീനുൻ. യമീനുൻ. യമീനുൻ. യവ്മുൻ. യൗമുൻ. ഒന്നും കൂടെ നോക്കിയേ. യസാറുൻ, യഖീനുൻ, യമീനുൻ, യൗമുൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത്രയും പാഠത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള വാക്കുകളും അക്ഷരങ്ങളും ഇത്രയും നമ്മൾ പഠിച്ചില്ലേ. ആ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഹറക്കത്ത് ചേർത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ്. ഇനി ഇതൊന്ന് വായിച്ച് നോക്കാം നമുക്ക്. ക, കി, കു, അക്ക്, കുൻ. ല, ലി, ലു, അൽ, ലുൻ. മ, മി, മു, അം, മുൻ. ന, നി, നു, അൻ, നുൻ. ഹ, ഹി, ഹു, അഹ്, ഹുൻ. വ, വി, വു, ഔ, വുൻ. യ, ഇ, യു, ഇ, യുൻ. അപ്പോൾ ഇതിത്രയും വായിക്കുകയും ചെയ്യണം, പകർത്തി എഴുതുകയും ചെയ്യണം. ഇനി നമുക്ക് വാക്കുകൾ വായിക്കാം. വായിക്കാം. നാസുൻ ഇങ്ങോട്ട് പകർത്തി എഴുതണം. നാസുൻ. ഫലഖുൻ. ഫലഖുൻ. ഇഖ്ലാസുൻ. ഇഖ്ലാസുൻ. നസ്റുൻ. നസ്റുൻ. മസദുൻ. മസദുൻ. കാഫിറൂൻ. കാഫിറൂൻ. കൗസറു. കൗസറു. ഈ വാക്കുകളെല്ലാം ഇങ്ങോട്ട് പകർത്തി എഴുതണം. ഇതെന്താണ്, എന്തിൻ്റെ വാക്കുകളാണ്, എന്തിൻ്റെ പേരാണെന്ന്? ഇതൊക്കെ സൂറത്തുകളുടെ പേരാണ് കേട്ടോ. ഇതൊക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുകളുടെ പേരുകളാണ്. സൂറത്തുൽ നാസ് എന്ന് കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ ഫലഖ് എന്ന് കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ ഇഖ്ലാസ് എന്ന് കേട്ടിട്ടുണ്ടോ?
സൂറത്തുൽ നസ്ർ എന്ന് കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ മസദ് എന്ന് കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ കാഫിറൂൻ എന്ന് കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ കൗസർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇനി നമ്മളിതെല്ലാം കേൾക്കുക മാത്രമല്ല പഠിക്കുകയും ചെയ്യും. പഠിക്കണേ, എല്ലാം ഓർത്ത് മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം, എപ്പോഴും ഓതുകയും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് യൂണിറ്റ് ടെസ്റ്റാണ് വരുന്നത്. നോക്കിയേ, യൂണിറ്റ് ടെസ്റ്റിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാക്കുകൾ നിർമ്മിക്കാം. അലിഫ് വെച്ചൊരു വാക്ക് പറഞ്ഞേ, പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞേ. അബുൻ. അബുൻ എന്ന വാക്ക് പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, അബുൻ എന്നെഴുതാം അല്ലേ. അടുത്തത് ഡാഷ് ലീ ഡാഷ്. ഡാഷ് ലീ ഡാഷ്. എന്ത് വാക്ക് എഴുതും നമ്മൾ? നമ്മൾ ലാമിൻ്റെ പാഠത്തിൽ ബലീഗുൻ എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ബലീഗുൻ. ആ വാക്ക് നമുക്ക് ഇവിടെ എഴുതാം. അടുത്തത് മൂ ഡാഷ്. മൂ ഡാഷ്. എന്ത് വാക്ക് എഴുതും നമ്മൾ? മീമിൻ്റെ പാഠത്തിൽ മൂസറുൻ എന്നൊരു വാക്ക് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് അത് എഴുതാം, മൂസറുൻ. മൂസറുൻ. ഇനി നോക്കിയേ, ഡാഷ് ന ഡാഷ്. ഡാഷ് ന ഡാഷ്. എന്തെഴുതും? നൂനിൻ്റെ പാഠത്തിൽ കുന്നസുൻ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ? കുന്നസുൻ. അതിവിടെ എഴുതുക. അടുത്തത് ഡാഷ് ഹി ഡാഷ്. ഡാഷ് ഹി ഡാഷ്. എന്തെഴുതും? ഹിൻ്റെ പാഠത്തിൽ മഹിൽ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? മഹിൽ. അതിവിടെ എഴുതുക. അടുത്തത് ഡാഷ് മു. ഡാഷ് മു. എന്തെഴുതും? മു ചേർത്ത് നമ്മൾ മീമിൻ്റെ പാഠത്തിൽ തഴമു എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതവിടെ എഴുതുക, തഴമു. അടുത്തത് ഡാഷ് റുദുൻ. വർദുൻ. വർദുൻ. അടുത്തത് ഡാഷ് റുസുൻ. ഓർസുൻ. അടുത്തത് ഡാഷ് റുൻ. എന്താണ്? നമ്മൾ പഠിച്ചതിൽ നിന്ന് എനിക്ക് സുക്കിറുൻ എന്ന വേർഡാണ് കിട്ടിയത്, പക്ഷേ ഇവിടെ ഫത്തഹാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആ വേർഡ് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വേർഡ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, വായിക്കാം. അടുത്തത് വാദ് വാ ത്വീ ലു ഉൻ ഫാ ഖീ വു ല മി നു. അപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓർമ്മയിൽ നിന്ന് എഴുതാം. അൽഫ് മുതൽ യാ വരെയുള്ള എല്ലാ അക്ഷരങ്ങളും കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. ഇടയ്ക്കിടയ്ക്ക് തന്നിട്ടുണ്ട്, വിട്ടുപോയത് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ. ഏതൊക്കെയാണെന്നറിയാമല്ലോ? അലിഫ്, ബ, ത, സ, ജീമ്, ഹ, ഖ, ദൽ, ദാൽ, റ, സായ്, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ലാ, ഐന്, ഓയിന്, ഫാ, ഖാഫ്, കാഫ്, ലാമ, മീമ്, നൂന്, ഹ, വാവ്, യാ. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്തത് ഹർക്കത്തിടാം. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകൾ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഹർക്കത്ത് വേണം അല്ലേ. എങ്ങനെയാണ് ഹർക്കത്തിടുന്നതെന്ന് വായിച്ച് നോക്കിയേ. ത്വവീലുൻ, ഹാത്തിഫുൻ, നൂറുൻ, അവലുൻ, ഉമ്മിറുൻ, യാ ഹയ്യു, ഉമ്മിറ, യാ ഹയ്യു. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്നുള്ള വാക്കുകൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തി എഴുതാമല്ലോ. ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. ഇനിയൊന്ന് നോക്കിയേ. അൽ ഹുറൂഫുൽ ഹിജാഇയ്യ, അറബി അക്ഷരമാലയാണ് ഈ തന്നിരിക്കുന്നത്. അക്ഷരങ്ങൾ നോക്കിയേ. അലിഫ്, ബ, ത, സ, ജീമ്, ഹ, ഖ, ദാൽ, ദാൽ, റാ, സായ്, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ലാ, ഐന്, ഓയിന്, ഫാ, ഖാഫ്, കാഫ്, ലാമ, മീമ്, നൂന്, ഹ, വാവ്, യാ. അക്ഷരമാല വായിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ വായിക്കാൻ പഠിച്ചിരിക്കണം ഈ കിതാബ് കഴിയുമ്പോൾ. ഇതുപോലെ മാത്രമല്ല, ഹർക്കത്ത് ഉപയോഗിച്ച് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും പഠിച്ചിരിക്കണം. ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ആ ഒരു കഴിവായിട്ടുണ്ടല്ലോ അല്ലേ, വാക്കുകളെല്ലാം വായിക്കാൻ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ നേരത്തെയുള്ള വീഡിയോസും കൂടി പ്രയോജനപ്പെടുത്തുക. അക്ഷരങ്ങൾ വായിക്കേണ്ടതും എഴുതേണ്ടതും എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും കാണുക. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.